Good afternoon, students. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ ഇൻഫീരിയർ ഗുഡ്സ് പഠിച്ചു, നോർമൽ ഗുഡ്സ് പഠിച്ചു അല്ലേ, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഗുഡ്സ് പഠിച്ചു, കോംപ്ലിമെൻ്ററി ഗുഡ്സും പഠിച്ചു. അപ്പോൾ നമ്മളൊരു നോർമൽ ഗുഡ്സ് ചൂസ് ചെയ്യുന്ന കേസ് എന്ന് പറയുമ്പോൾ ഇൻ കേസ് ഓഫ് നോർമൽ ഗുഡ്സ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് എന്താ നോർമൽ ഗുഡ്സ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, ഇൻ കേസ് ഓഫ് നോർമൽ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ ഇൻകം കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോർമൽ ഗുഡ്സ് ചൂസ് ചെയ്യുന്നത്. ഇനി ഇൻഫീരിയർ ഗുഡ്സ് ചൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പ്രൈസ് കുറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻഫീരിയർ ഗുഡ്സ് എന്ത് ചെയ്യുന്നത് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചൂസ് ചെയ്യും, ഇൻഫീരിയർ ഗുഡ്സ് ചൂസ് ചെയ്യും. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ചൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഗുഡ് വണ്ണിൻ്റെ പ്രൈസിന് എന്താ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏത് ഗുഡ്സ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പ്രൈസിന് കുറയുമ്പോൾ. പ്രൈസ് കൂടുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും അതാണ്. നമ്മൾ ടീക്ക് വരുന്ന എന്ത് ചെയ്യുന്ന കോഫി നമ്മൾ ചൂസ് ചെയ്യാം. ഇപ്പോൾ എന്താ പറയുക, ബോൾ പെൻ ഇങ്ക് ഒഴിക്കണ്ടേ, ഇങ്കിന് വില കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ഇങ്ക് പെന്ന് നമ്മൾ ഇങ്ക് ഒഴിക്കണ്ടേ, അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ബോൾ പെൻ യൂസ് ചെയ്യും. അതാണ് പ്രൈസ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കോംപ്ലിമെൻ്ററി ഗുഡ്സ് ചൂസ് ചെയ്യാം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഒരു ഫേവറബിൾ ചേഞ്ച് ഇൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അപ്പോൾ ടേസ്റ്റിനും പ്രിഫറൻസിനും എന്തുണ്ടാകുന്നു, ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഡിമാൻഡിനും എന്തുണ്ടാകും, ചേഞ്ചസ് ഉണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതൊക്കെ പറഞ്ഞല്ലോ നമ്മൾ. ഇനി നമുക്ക് ഡിമാൻഡിന് ചേഞ്ചസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്താ ഡിമാൻഡിന് ചേഞ്ചസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് കേസിലാണ് ഡിമാൻഡിന് എന്തുണ്ടാകുന്നത്, ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഒന്ന് മൂവ്മെൻറ്റ് എലോങ് ദ ഡിമാൻഡ് കർവ്, എന്ന് വെച്ചാൽ ഡിമാൻഡ് കർവിലൂടെയുള്ള മാറ്റവും, പിന്നെന്താ ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവിൻ്റെ മാറ്റവും. ഒന്ന് ഡിമാൻഡ് കർവിലൂടെയുള്ള മാറ്റവും, ഒന്ന് ഡിമാൻഡ് കർവിൻ്റെ മാറ്റവും. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിമാൻഡിന് ചേഞ്ചസ് ഉണ്ടാകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മൂവ്മെൻറ്റ് എലോങ് ദ ഡിമാൻഡ് കർവ് നോക്കാം. മൂവ്മെൻറ്റ് എലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈസിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഡിമാൻഡിനും എന്തുണ്ടാകും, ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് മൂവ്മെൻറ്റ് എലോങ് ദ ഡിമാൻഡ് കർവ്, അതായത് ഡിമാൻഡ് കർവിലൂടെയുള്ള മാറ്റം എന്ന് പറയുന്നത്. അതാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എന്താ പ്രൈസ് എലോങ് ദ കർവ് ഈസ് നോൺ ആസ് മൂവ്മെൻറ്റ് എലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് മൂവ്മെൻറ്റ് എലോങ് ദ ഡിമാൻഡ് കർവ് വരുന്ന രണ്ട് റീസൺസ് ആണ്. ഒന്ന് പ്രൈസിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് മൂവ്മെൻറ്റ് എലോങ് ദ ഡിമാൻഡ് കർവ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്, ഒന്ന് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും ഒന്ന് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും. എന്തുകൊണ്ടാണ്, ഒന്ന് ഡിമാൻഡ് എന്ത് ചെയ്യുന്ന വികസിക്കുന്നത് കൊണ്ടും ഒന്ന് ഡിമാൻഡ് കുറയുന്നത് കൊണ്ടും കോൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ടും എന്താ ചുരുങ്ങുന്നത് കൊണ്ടും ഉണ്ടാകാം ഡിമാൻഡ് കർവ് ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സ്പാൻഷൻ എന്താ നോക്കാം. എക്സ്പാൻഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു ഡിമാൻഡിന് എക്സ്പാൻഷൻ ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ പ്രൈസ് കുറയുമ്പോഴാണ്. എന്താണ്, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടും. അതാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് കുറയുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈസ് OP ആയിരുന്നപ്പോൾ നമ്മളുടെ ഡിമാൻഡ് എത്രയായിരുന്നു, Q ആയിരുന്നു. അപ്പോൾ OPയിൽ നിന്നും OP1 ആയിട്ട് എന്ത് ചെയ്തു, പ്രൈസ് കുറഞ്ഞു. എന്താണ്, Pയിൽ നിന്നും P1 ആയിട്ട് പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് ഏതിൽ നിന്ന് ഏതിലേക്ക് കൂടി, OQവിൽ നിന്നും OQ1ലേക്ക് കൂടി. എന്താണ്, Pയിൽ നിന്ന് P1ലേക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ, Pയിൽ നിന്ന് P1ലേക്ക് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മുടെ ഡിമാൻഡ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്, OQവിൽ നിന്നും OQ1ലേക്ക് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. മനസ്സിലായോ, Pയിൽ നിന്ന് P1ലേക്ക് ഡിക്രീസ് ചെയ്തപ്പോൾ, പ്രൈസ് ഡിക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡ് കൂടി. Pയിൽ നിന്ന് P1ലേക്ക് പ്രൈസ് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. ഇതല്ലേ കൂടുതൽ, ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ കൂടുതൽ. അപ്പോൾ ഇതെന്താ, ഈ P എന്ന് പറയുന്നത് എന്താ, ഹൈ പ്രൈസ് ആയിരുന്നു. Pയിൽ നിന്നും അത് P1 എന്ന് പറയുന്ന പ്രൈസിലേക്ക് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് OQവിൽ നിന്നും OQ1ലേക്ക് എന്ത് ചെയ്തു, കൂടി. അപ്പോൾ നമ്മുടെ ഡിമാൻഡ് കർവ് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഡൗൺ വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡിമാൻഡ് കർവ് എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്, ഡൗൺ വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി കോൺട്രാക്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഡിമാൻഡ് കർവ് എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, അപ്വേർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. എവിടേക്കാണ്, അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്താ, ഡിമാൻഡ് ഓഫ് എന്താ കോൺട്രാക്ഷൻ ഉണ്ടായപ്പോൾ, ചുരുങ്ങിയപ്പോൾ. അപ്പോൾ പ്രൈസ് എന്ത് ചെയ്തു, കൂടി അല്ലേ. പ്രൈസ് ഫോൾ ചെയ്തപ്പോൾ ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്യും. പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്തു, പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്തു, കോൺട്രാക്ട് ചെയ്തു. മനസ്സിലായോ, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്യും, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും.
അപ്പോൾ എന്താ P1-ൽ നിന്നും പ്രൈസ് എവിടേക്ക് കൂടി P-യിലേക്ക്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ പറയുന്നത്. എക്സ്പാൻഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോൺട്രാക്ഷൻ. അതായത് P1-ൽ നിന്നും അത് എവിടേക്കാണ് P-യിലേക്ക് കൂടിയപ്പോൾ നമ്മുടെ ഡിമാൻഡ് എന്ത് ചെയ്തു? OQ1-ൽ നിന്നും എവിടേക്ക് വന്നു? Q1-ൽ നിന്ന് Q-യിലേക്ക് അല്ലേ. പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. Q1-ൽ നിന്ന് എവിടേക്ക് കുറഞ്ഞു? Q-യിലേക്ക് അല്ലേ. OQ1-ൽ നിന്നും OQ-യിലേക്ക് എന്ത് ചെയ്തു? കുറഞ്ഞു. OQ1-ൽ നിന്നും OQ-യിലേക്ക് എന്താ ചെയ്തത്? കുറയുകയാണ് ചെയ്തത്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പം എന്താ? കോൺട്രാക്ഷൻ ഉണ്ടായപ്പോൾ പ്രൈസ് എന്ത് ചെയ്തു? കൂടി. പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. OQ1-ൽ നിന്നും OQ-യിലേക്ക് ഡിമാൻഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ, അതാണ് കോൺട്രാക്ഷൻ. അപ്പോൾ ഡിമാൻഡ് കർവ് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു? അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ 2 റീസൺസ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ ഡിമാൻഡ് കർവിൻ്റെ മാറ്റം. മറ്റ് ഡിമാൻഡ് കർവിലൂടെയുള്ള മാറ്റമാണെങ്കിൽ ഇത് ഡിമാൻഡ് കർവിൻ്റെ മാറ്റമാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിനുള്ളിലുള്ള ചേഞ്ചസ് മാത്രമാണ് നമ്മൾ പഠിച്ചത്. ഇനിയും ഡിമാൻഡ് കർവ് പ്രൈസിന് ചേഞ്ച് വരുമ്പോൾ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമോ? പ്രൈസ് കൂടുമ്പോൾ റൈറ്റ് വേർഡിലേക്കാണോ ലെഫ്റ്റ് വേർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് എപ്പോഴാണ്? പ്രൈസ് ഓഫ് ദ ചേഞ്ച് ഇൻ നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. നോൺ പ്രൈസ് ഫാക്ടേഴ്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഡിമാൻഡിന് എന്തുണ്ടാകും? ചേഞ്ച് ഉണ്ടാകും. അതിനെയാണ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. മൂവ്മെൻറ്റ് അറൗണ്ട് ദ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ പ്രൈസിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഡിമാൻഡിന് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് മൂവ്മെൻറ്റ് അറൗണ്ട് ദ ഡിമാൻഡ് കർവും. നോൺ പ്രൈസ് ഫാക്ടേഴ്സിന് ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ ഡിമാൻഡ് ചേഞ്ച് ആകും. അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു കാർ വാങ്ങിയ പെട്രോളിൻ്റെ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡിമാൻഡിനെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ഇപ്പോൾ പെട്രോളിൻ്റെ പ്രൈസ്, കാറിനെയല്ല, പെട്രോളിൻ്റെ പ്രൈസ് ഫാക്ടേഴ്സിന് ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടാകുകയാണെങ്കിൽ അതാണ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവും. കാറിൻ്റെ വിലയ്ക്ക് മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അതെന്തായിരിക്കും? മൂവ്മെൻറ്റ് അറൗണ്ട് ദ ഡിമാൻഡ് കർവുമായിരിക്കും. അപ്പോൾ ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ എന്താ? നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. അതാണ് ചേഞ്ച് ഇൻ നോൺ പ്രൈസ് ഫാക്ടേഴ്സ് ഈസ് കോൾഡ് എന്താ? ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ്. ഇത് 2 കേസിലുണ്ട്. 2 കേസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡും പിന്നെന്താ? ഡിക്രീസ് ഇൻ ഡിമാൻഡും. അപ്പോൾ നമ്മൾ മറ്റേത് പഠിച്ചത് എക്സ്പാൻഷൻ കോൺട്രാക്ഷനും ആണെങ്കിൽ ഇവിടെ എന്താ? ഇൻക്രീസ് ഇൻ ഡിമാൻഡും പിന്നെന്താ? ഡിക്രീസ് ഇൻ ഡിമാൻഡും. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 2 കേസുണ്ട്, ഇൻക്രീസും ഉണ്ട് പിന്നെന്താ? ഡിക്രീസും ഉണ്ട്. ഇൻക്രീസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ക്വാണ്ടിറ്റിയും പ്രൈസുമാണ്. ഓക്കെ, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കർവ് എവിടേക്ക് മൂവ് ചെയ്തത്? റൈറ്റ് വേർഡിലേക്ക് മൂവ് ചെയ്തു. എവിടേക്ക് മൂവ് ചെയ്തു? റൈറ്റ് വേർഡിൽ അല്ലേ. അപ്വേർഡ് ഷിഫ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് എവിടേക്കാണ് മൂവ് ചെയ്തത്? കർവ് റൈറ്റ് വേർഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് വേർഡ് ഓർ അപ്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഡ്യൂ ടു ഫേവറബിൾ ചേഞ്ചസ് ഇൻ നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് സെയിം പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? മോർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റി? പർച്ചേസ് ചെയ്യാൻ പറ്റി. എന്താണ്? സെയിം പ്രൈസിൽ നമുക്ക് മോർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റി? പർച്ചേസ് ചെയ്യാൻ പറ്റിയപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്തു? കൂടി. അതാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? നോൺ പ്രൈസ് ഫാക്ടേഴ്സിന് ചേഞ്ചസ് ഉണ്ടായപ്പോൾ ഡിമാൻഡ് കർവ് എവിടേക്ക് ചെയ്തു? റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കാരണം എന്താ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്? സെയിം പ്രൈസിന് ഇവിടെ ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ല. പ്രൈസ് സെയിം ആയിരുന്നു. സെയിം പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്തു? മോർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. സെയിം പ്രൈസിൽ എന്താ? മോർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു അല്ലേ. മോർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്. ഓക്കെ, സെയിം പ്രൈസിൽ എന്താ? മോർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? നമുക്ക് സെയിം പ്രൈസിൽ എന്താ? ലെസ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഇതിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു 1000 റുപ്പീസിന് ഒരു മാസത്തേക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റും.
അപ്പോൾ പ്രൈസ് എന്താ, സെയിം പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്തു ഒരു മാസത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാൻ പറ്റിയിട്ട് അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് കർവ് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു, റൈറ്റ് വേർഡിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സാധനം, 1-2 അല്ലെങ്കിൽ സാധനങ്ങളെ 1000 rupees എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാങ്ങാൻ പറ്റുള്ളൂ. അതാണ് സെയിം പ്രൈസിന് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിമാൻഡ് കർവ് എവിടുന്ന് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഡൗൺ വേർഡിലേക്ക് അല്ലെങ്കിൽ എന്താ ലെഫ്റ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്തു, ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്തു. ഇത്രയുമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇൻക്രീസ് ഇൻ ഡിമാൻഡിൻ്റെയും ഡിക്രീസ് ഇൻ ഡിമാൻഡിൻ്റെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അതിൽ നിന്നും പഠിക്കാൻ പോകണ്ട. പിന്നെ അതിലൊരു ഗ്രാഫുണ്ട്, അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. നെക്സ്റ്റ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാർക്കറ്റ് ഡിമാൻഡ് എന്താണെന്ന് പഠിക്കണം. കമ്പോള ചോദന. എന്തായിരിക്കും മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഒരു നിശ്ചിത സമയത്ത് പറഞ്ഞേക്കുന്നത് വിവിധ വിലയ്ക്ക് നമുക്കൊരു മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളെയാണെന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയും. നമ്മൾ ഇതിനെ മാർക്കറ്റിൽ പോകുന്നത് നമുക്ക് പല കാര്യങ്ങളുണ്ടാകും. മീൻ വാങ്ങാനുണ്ടാകും അല്ലേ, ഫിഷ് ഐറ്റംസ് വാങ്ങാനുണ്ടാകാം, ചിലപ്പോൾ മീറ്റ് ഐറ്റംസ് ആകാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആകാം അല്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും. പിന്നെ ചിലപ്പോൾ സ്പൈസസ് ആകാം. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തു ഒരു സമയത്ത്, മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എത്ര മണി ഉണ്ടാവുള്ളൂ, രാവിലെ 7 മണി തൊട്ട് 10 മണി വരെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 5 to 7 വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു നിശ്ചിത സമയത്ത് നമ്മൾ വിവിധ വിലയ്ക്ക്, എല്ലാ സാധനങ്ങളും ഒരേ വിലയ്ക്കല്ലല്ലോ, നമ്മൾ ഫിഷിന് വാങ്ങുന്ന പ്രൈസിനായിരിക്കില്ല നമ്മൾ വെജിറ്റബിൾസ് വാങ്ങുന്നത്, ആ പ്രൈസിനായിരിക്കില്ല നമ്മൾ സ്പൈസസ് വാങ്ങുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. ഒരു നിശ്ചിത സമയത്ത് വിവിധ വിലയ്ക്ക് നമുക്കൊരു മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളെ ആണ് എന്തെന്ന് പറയുന്നത്, വാങ്ങാൻ കഴിയുന്ന സാധനത്തിൻ്റെ അളവിനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ദാറ്റ് ഓൾ കൺസ്യൂമേഴ്സ് ഇൻ എ മാർക്കറ്റ് ആർ വില്ലിംഗ് ടു പേ അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം അല്ലേ. ഒരു നിശ്ചിത സമയത്ത് എല്ലാ കൺസ്യൂമേഴ്സിനും വിവിധ വിലയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന സാധനത്തിൻ്റെ അളവിനെ ആണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡെഫിനേഷൻ പഠിക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് മാർക്കറ്റ് ഡിമാൻഡ് കർവാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയൊന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഈ ചാപ്റ്റർ നമുക്കൊന്ന് തീർത്തേക്കാം.